ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഒരിക്കൽ ഒരു യാത്രികൻ മല കയറുന്നതിനിടയിൽ അല്പം വിശ്രമിക്കുവാൻ വേണ്ടി ഒരു പാറയിലിരുന്നു. ആ സമയം താഴെ കുറ്റിക്കാടുകൾക്കിടയിൽ പക്ഷിക്കുഞ്ഞുങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ തുടങ്ങി. പെട്ടെന്നു തന്നെ തള്ളപ്പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണവുമായി വന്നു. തള്ളപ്പക്ഷിയുടെ ശബ്ദം കേട്ട ഉടനെ കുഞ്ഞുങ്ങൾ ചിലയ്ക്കുവാൻ തുടങ്ങി. തീറ്റ നൽകിയ ശേഷം അമ്മക്കിളി പറന്നുപോയപ്പോൾ അവ നിശബ്ദരായി. ആ കൂടൊന്ന് കാണുന്നതിനായി അയാൾ താഴേക്ക് ചെന്നു. തള്ളപ്പക്ഷിയെ കണ്ടറിയുവാൻ തക്കവണ്ണം അവയുടെ കണ്ണുകൾ തുറന്നിട്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അമ്മയെ കാണാതെയാണ് കുഞ്ഞുങ്ങൾ വായി തുറന്നു കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ആഹാരം തരുന്ന തള്ളപ്പക്ഷിയെയും ആഹാരത്തെയും നേരിട്ടു കാണാതെ ഞങ്ങൾ വായി തുറക്കില്ലെന്ന് ഒരിക്കലും ആ കുഞ്ഞുങ്ങൾ വാശി പിടിക്കുന്നില്ല. അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ കണ്ണുകൾ തുറക്കുന്നതിന് മുൻപ് തന്നെ അവ നശിച്ചു പോകുമായിരുന്നു. തങ്ങളുടെ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് അവർക്ക് യാതൊരു സംശയവുമില്ല. എല്ലാ സൃഷ്ടികളെക്കാളും ഉന്നതരാണെന്ന് പറയുന്ന നാം സ്വർഗസ്ഥ പിതാവിൻ്റെ സ്നേഹത്തെയും കരുതലിനെയും സംശയിക്കുന്നതിനാൽ ഈ പക്ഷിക്കുഞ്ഞുങ്ങളെക്കാൾ താണ നിലവാരമുള്ളവരല്ലേ? ദൈവത്തിനു വേണ്ടി സ്വന്തം ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ആത്മീയ ആഹാരം ലഭിക്കുകയും ക്രമേണ നാം വളർന്ന് പൂർണ്ണത പ്രാപിക്കുകയും ചെയ്യുന്നു. കണ്ണ് തുറക്കുന്ന ദിവസം പക്ഷിക്കുഞ്ഞുങ്ങൾ തങ്ങളുടെ അമ്മയെ കാണുന്നത് പോലെ ജീവിതാവസാനത്തിൽ ദൈവസന്നിധിയിലെത്തി നമ്മുടെ മണവാളനെ കണ്ട് സന്തോഷിക്കുവാൻ നമുക്കും ഭാഗ്യമുണ്ടാകും. കാട്ടിലെ ഉറവ കാണുന്നതുവരെ മാനിൻ്റെ ഹൃദയം ദാഹിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് ദൈവത്തിനായി ദാഹിക്കണം. പക്ഷിക്കുഞ്ഞുങ്ങൾ ആഹാരത്തിനു വേണ്ടി സ്വയം വായി തുറക്കുന്നത് പോലെ നാം ദൈവസ്നേഹത്തിനായി വിശപ്പുള്ളവരായിരിക്കണം. എബ്രായർ 11:6. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.